KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളിലുമുണ്ട്. മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖമാണ്. അതിലാണ് അദ്ദേഹം പറഞ്ഞത്, ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ മത്സരിച്ചാലും ഇല്ലെങ്കിലും കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും എന്ന്. രണ്ട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ചവരൊന്നും കരുത്തുറ്റവരല്ല എന്നാണ്. അതല്ലെങ്കിൽ മറ്റു മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നവരൊന്നും കരുത്തുറ്റവരല്ല എന്നാണ്. ഇതേക്കുറിച്ച് വിശദീകരിച്ചിട്ടില്ല സണ്ണി ജോസഫ്. മാധ്യമപ്രവർത്തകർ അത്തരമൊരു ചോദ്യം ചോദിച്ചിട്ടുമില്ല സണ്ണി ജോസഫിനോട്. നമുക്ക് പിണറായി വിജയനെതിരെ മത്സരിച്ച പ്രധാന സ്ഥാനാർത്ഥികൾ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയാലോ. 2016 പിണറായി വിജയനെതിരെ മത്സരിച്ചിരിക്കുന്നത് മമ്പറം ദിവാകരനാണ്. കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവാണ് മമ്പറം ദിവാകരൻ. കണ്ണൂരുകാർക്ക് അറിയാം മമ്പറം ദിവാകരൻ ആരാണ്, എന്താണ് എന്ന്. എത്ര വോട്ടാണ് നേടിയത്? 50,424. പിണറായി വിജയൻ ലഭിച്ച വോട്ട് 87,329 വോട്ട്. 87,329. എത്രയാണ് ഭൂരിപക്ഷം? 36,905. 2016. ഈ മമ്പറം ദിവാകരൻ ഇപ്പോൾ എവിടെയുണ്ട്? മമ്പറം ദിവാകരൻ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ വേങ്ങാട് പഞ്ചായത്തിലെ 15-ാം വാർഡ് മെമ്പറാണ്. വേങ്ങാട് പഞ്ചായത്തിലെ 15-ാം വാർഡ് മെമ്പർ. 2021 പിണറായിക്കെതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയുണ്ട്. ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ആരാണത്? പേര് സി രഘുനാഥൻ. എന്ന് വെച്ചാൽ രഘുനാഥ് പലേരി എന്ന പേരിൽ അറിയപ്പെടുന്ന സി രഘുനാഥൻ. പിണറായി വിജയൻ ലഭിച്ചത് 95,522 വോട്ട്. സി രഘുനാഥ് എന്ന രഘുനാഥ് പലേരിക്ക് ലഭിച്ചത് 45,399 വോട്ട്. ഭൂരിപക്ഷം 50,123. 36,905 നിന്ന് പിണറായി വിജയൻ ഭൂരിപക്ഷം 50,123 വോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. എവിടെയാണ് ഈ സി രഘുനാഥ്? സി രഘുനാഥ് ഇപ്പോൾ BJPയിലാണ്. BJP നേതാവായി നിൽക്കുന്നു സി രഘുനാഥ്. സി രഘുനാഥ് BJPയിൽ ചേർന്നത് വലിയ വാർത്തയായി വന്നിട്ടുണ്ട് നേരത്തെ. അത് ഒന്ന് ഓർമ്മിച്ചാൽ മതി. കരുത്തുറ്റ സ്ഥാനാർത്ഥിയാണ് പിണറായി വിജയനെതിരെ മത്സരിച്ച കരുത്തുറ്റ സ്ഥാനാർത്ഥി. പിണറായി വിജയനെതിരെ മത്സരിച്ച മറ്റൊരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയുണ്ട്. ഒരു കാലത്ത് മാധ്യമങ്ങളിൽ വാളയാർ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന, വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, UDFും എല്ലാ CPM വിരുദ്ധരും ഒന്നിച്ചു ചേർന്ന്, ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെ ചേർന്ന് നടത്തിയ വലിയ സമരത്തിലെ നായികയാണ് വാളയാർ ഭാഗ്യവതി. മത്സരിച്ചു. വാളയാറിലേക്ക് കൊണ്ടുവന്നു. വലിയ ആഘോഷത്തോടെയാണ് കൊണ്ടുവന്നത്. മത്സരിച്ച് 1,700 വോട്ട് ലഭിച്ചു. 1,700 വോട്ട്. ആ വാളയാർ ഭാഗ്യവതി ഇപ്പോൾ എവിടെയുണ്ട്? എന്തായിരുന്നു സമരത്തിൻ്റെ ആധാരം? സംസ്ഥാന സർക്കാരിനെതിരെയായിരുന്നു സമരം. 2 പെൺകുട്ടികൾ, വാളയാർ ഭാഗ്യവതിയുടെ 2 മക്കൾ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. പോലീസ് അന്വേഷണം നടത്തി. അന്വേഷണം അട്ടിമറിക്കുന്നു. DYFI നേതാക്കളാണ് പ്രതികൾ. CPM ബന്ധമുള്ളവരാണ് പ്രതികൾ. പ്രതികളെ രക്ഷിക്കാൻ കേരളത്തിലെ പോലീസ് ഇടപെടുന്നു, പിണറായി വിജയൻ ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സമരമായിരുന്നു കേരളത്തിൽ. വലിയ പ്രാധാന്യം, വാർത്താ പ്രാധാന്യം ലഭിച്ച സമരമാണ്. അവസാനം കേസ് അന്വേഷണം CBIക്ക് വിടണം, കേരള പോലീസ് അന്വേഷിച്ചാൽ സത്യം തെളിയില്ല എന്ന് പറഞ്ഞ് CBIക്ക് വിട്ടു. CBI കുറ്റപത്രം സമർപ്പിച്ചു കോടതിയിൽ. ആ കേസിലെ പ്രതി ഈ വാളയാർ ഭാഗ്യവതിയാണ്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്കെതിരെ, കേരള പോലീസിനെതിരെ എന്തിനേറെ പറയുന്നു, ഏറ്റവും കൂടുതൽ ആരോപണം നേരിടേണ്ടി വന്നത് MP രാജേഷാണ്. മന്ത്രി MP രാജേഷ്. MP രാജേഷിൻ്റെ ഭാര്യ സഹോദരൻ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പോലും നമ്മുടെ പ്രധാന മാധ്യമങ്ങളെല്ലാം വാർത്തകൾ എഴുതി ബ്രേക്കിംഗ് ന്യൂസുകൾ കൊടുത്തിരുന്നു. ആ വാളയാർ ഭാഗ്യവതി CBI കേസ് അന്വേഷിച്ചപ്പോൾ ഇതേ കേസിലെ പ്രതിയായി മാറി. ഇപ്പോൾ വാളയാർ ഭാഗ്യവതിയെക്കുറിച്ച് ആരും ഒരക്ഷരം മിണ്ടുന്നില്ല. ഇതാണ് പിണറായി വിജയനെതിരെ മത്സരിച്ച കരുത്തുറ്റ സ്ഥാനാർത്ഥികളുടെ അവസ്ഥ. ഇനിയും വരട്ടെ കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ. അവർ ഒന്നുകിൽ പഞ്ചായത്ത് മെമ്പറായോ വാർഡ് കൗൺസിലറായോ ഒക്കെ നിൽക്കുമായിരിക്കും, അതല്ലെങ്കിൽ മറ്റു ചിലർ BJPയിലേക്ക് പോകുമായിരിക്കും. അതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിലും കാണാം. എന്തായാലും പിണറായി വിജയൻ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടുമില്ല. എന്നിരുന്നാലും കരുത്തുറ്റ സ്ഥാനാർത്ഥി വരട്ടെ. ധർമ്മടത്ത് പിണറായി വിജയനുമായി മുഖാമുഖം കാണാം.